ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു പറയാറില്ലേ? ഇതിനെ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ സെന്റൻസ് ആണ് നമ്മളൊന്ന് പഠിക്കുന്നത്. Hello everyone, this is Nishad Ahmed from Bets English Academy, Kochi. Every day you learn a new sentence with me to build a fluency faster. ഇംഗ്ലീഷ് ഫ്ലുവൻസിക്ക് വൊക്കാബുലറി അത്യാവശ്യമാണ്. എന്നാൽ വൊക്കാബുലറി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും വാക്കുകൾ പഠിച്ചു വെക്കരുത്, സെൻറ്റൻസുകളും ഫ്രേസുകളും പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ ദിവസവും നമ്മൾ സെൻറ്റൻസ് പഠിക്കുന്നു. ഓൾറൈറ്റ്, സോ വിത്തൗട്ട് ഫർദർ അഡോ ലെറ്റ്സ് ലേൺ ടുഡേസ് സെൻറ്റൻസ്. റിമെമ്പർ വി ലേൺ എവറിത്തിങ് ത്രൂ TPR, ടോട്ടൽ ഫിസിക്കൽ റെസ്പോൺസ്. ആക്ഷനുമായി ലിങ്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. വൊക്കാബുലറി പെട്ടെന്ന് ബിൽഡപ്പ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ TPR എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്ന ആക്ഷൻ സൗണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇമിറ്റേറ്റ് ചെയ്യണം, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി. റെഡി? ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. കമോൺ. I was about to call you. ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. ഈ about to എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രക്ചർ കൂടിയാണ്. ഒരു കാര്യം ഉടനെ സംഭവിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴേക്കും യു കൻ ഗോ ഫോർ ഈസ്, ആർ, ആം പ്ലസ് about to. ഫോർ എക്സാമ്പിൾ, ഐ എം about to film a video and I'm about to teach you a sentence and she's about to come, they are about to leave. അവർ പോകാൻ നിൽക്കുകയാണ്. സോ ഇങ്ങനെ ഉടനെ സംഭവിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോഴേക്കും യു കെൻ ഗോ ഫോർ about to. റിമെമ്പർ, ഈ about എന്ന് പറയരുത്, ഈ എ എന്നുള്ളത് ആക്കി പറയാം, about to. സോ ഐ എം about to wrap up this video. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ നിൽക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ was, were പ്ലസ് about to ഉപയോഗിച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, they were about to leave and I was about to call you. ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. Alright, so about to എന്നുള്ള ഈ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് is, are, am അല്ലെങ്കിൽ was, were പ്ലസ് about to ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സ് ഇടുക. റിമെമ്പർ, യൂസിങ് ഇസ് ലേണിംഗ്. ഉപയോഗിച്ചാൽ മാത്രമേ പഠിയുള്ളൂ. നമ്മുടെ 3-day റെസിഡൻഷ്യൽ ഇംഗ്ലീഷ് ഫ്ലുവൻസി ട്രെയിനിങ്ങിൻ്റെ പുതിയ ബാച്ച് ഒക്ടോബർ 13 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ ഫ്ലുവൻസിയാണ് പ്രശ്നമെങ്കിൽ ഈ റെസിഡൻഷ്യൽ പ്രോഗ്രാം നിങ്ങൾ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യണം. കാരണം പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ച് ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. എനിവേ, താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് വീഡിയോ. സീ യു വിത്ത് അനദർ വൺ ടുമോറോ. ബൈ.